അപ്പോൾ ദേ നമ്മൾ രേണുകോട്ട് ടു നോയിഡ 3 മിനിറ്റിൽ പോയിട്ട് എങ്ങനെ വരാമെന്നാണ് കാണിക്കുന്നത്. 3 മിനിറ്റ് ഒന്നല്ല കേട്ടോ, 16 മണിക്കൂറുണ്ട് നമുക്ക് ട്രെയിനിൽ. രേണുകോട്ടിൽ നിന്ന് ആനന്ദ് ബിഹാർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത് അവിടേക്ക്. അപ്പോൾ പക്ഷെ 3 മിനിറ്റിൽ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ, ഈ ട്രാവലിംഗ് വ്ളോഗ് കുറേ വലിച്ച് നീട്ടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചെറുതായിട്ട് ഷോർട്ട് ഫോമിൽ നിങ്ങളെ പറഞ്ഞു തരാം. അപ്പോൾ അതേ ട്രെയിനിൽ കയറി കട്ടൻ ചായ കുടിക്കേണ്ടത്. എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ചുക്ക് കാപ്പി അല്ല ഇഞ്ചി ഇട്ട ചായയാണ് ഞാൻ ഉണ്ടാക്കി കൊണ്ടത്. അത് കുടിച്ചു, കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 8:30 ഒക്കെ ആയി. അപ്പോൾ എണീറ്റു. അപ്പോൾ പിന്നെ ചായക്കാരൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ചപ്പോൾ നല്ല മധുരം. ഇവർക്ക് പഞ്ചസാരയ്ക്കൊന്നും പൈസ കൊടുക്കണ്ടാവോ അറിയില്ല, നല്ല മധുരം ഇടും എന്തായാലും ചായയിൽ. പിന്നെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡും കട്ട്ലേറ്റും പിന്നെ ഫിംഗർ ചിപ്സ് എന്ന് പറഞ്ഞാൽ 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ആലു പൊറോട്ടയും പൊട്ടാറ്റോ കറിയും. പക്ഷേ തണുപ്പായതുകൊണ്ടേ ആ ടേസ്റ്റ് ഒന്നുമില്ല. കാരണം അവർ ഒരു 7 o'clock തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കും. അപ്പം നമ്മൾ വാങ്ങണതോ 9 o'clock ഒക്കെ ആയിട്ടാണ്. അപ്പം പിന്നെ അത് അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. ഇപ്പോൾ ഇതേ 10 മണിയായി. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല, വീണ്ടും കിടന്നുറങ്ങാം. കഴിക്കുക, കിടന്നുറങ്ങുക, ഇതന്നെയാണ് ട്രെയിനിൽ. കഴിക്കും കേട്ടോ, ഞങ്ങൾ ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കും. അങ്ങനെ ദേ കിടന്നുറങ്ങി. കുറച്ച് നേരമൊക്കെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കിടന്നുറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ദേ എണീറ്റ് ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്റ്റേഷൻ വരാറായി എന്ന് പറഞ്ഞു. അപ്പോൾ 1:30 എത്തുക, 1:15 ഒക്കെ ആവുമ്പോൾ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ ഈരി ഞാൻ നല്ല സ്റ്റൈലിലൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ സ്റ്റേഷൻ വരാറാകുമ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുമല്ലോ, നല്ല ഭംഗിയിൽ. ആരും നമ്മളെ കാത്ത് അവിടെ സ്റ്റേഷനിൽ നിൽക്കാനില്ലെങ്കിൽ നമ്മളൊരു നല്ല ഫ്രഷൊക്കെ ആയിട്ട് ഇറങ്ങി വേറൊരു സ്ഥലത്ത് പോകുന്നത് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാണ്. ലഗേജ് ഉണ്ട് അത്യാവശ്യത്തിന്, കാരണം കൃതിക മോൾക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളായിട്ട് ഇറങ്ങാണ്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്യണം. ഈ നോയിഡയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൽഹിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്യുന്നതാണ് എളുപ്പം. കറക്റ്റ് ടൈം 1:18 ഞങ്ങൾ എത്തിയിട്ടാണ്. അധികം ലേറ്റ് ഒന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് തുടക്കത്തിൽ ലേറ്റ് ഉണ്ടെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ലേറ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബ് ആണെങ്കിൽ നല്ലതാണ്, നമുക്ക് വിചാരിച്ച വണ്ടി കിട്ടും ചെയ്യും, നമ്മളധികം അവർ പറ്റിക്കും ചെയ്യില്ല. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹോട്ടലിൽ പോയി ഫ്രഷ് ആയിട്ട് വേണം കൃതികയുടെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ട്രാവലിംഗ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഷോർട്ട് വീഡിയോയിൽ കാണാം.